മണ്ഡലകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എരുമേലിയിൽ വൻ പ്രതിസന്ധി. തയ്യാറെടുപ്പുകൾ പാളിയതിനെ തുടർന്ന് 250ഓളം ശൗചാലയങ്ങളുടെ ലേലം പോയില്ല. അയ്യപ്പന്മാരെ കാത്തിരിക്കുന്നത് വൻ ദുരിതമാണ്. വില ഏകീകരണം കർശനമാക്കുന്നതിനാൽ ലേലം എടുക്കാതെ ഇരിക്കുകയാണ് കരാറുകാർ. 5 തവണ ലേലം നടന്നെങ്കിലും ലേലം പോയില്ല. മിഥുൻ അയ്യപ്പൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, അത് വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുക. കാരണം നമുക്കറിയാം, ലക്ഷക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന ഇടമാണ്. അവിടെ ഇപ്പോഴും ഇങ്ങനെ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് പറയുന്നത് എത്രത്തോളം വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വിവരങ്ങൾ എന്താണ്? ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇപ്പോൾ എരുമേലിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി ദിവസങ്ങൾ മാത്രമാണ്. ഒരുപക്ഷെ അയ്യപ്പന്മാർ നാളെ മുതൽ തന്നെ എരുമേലിയിലേക്ക് തുടങ്ങും. അപ്പോൾ അയ്യപ്പന്മാരെ കാത്തിരിക്കുന്നത് വലിയ ദുരിതക്കയം തന്നെയാണ്. എരുമേലിയിൽ നിന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിൽ വീഴ്ചകളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെയും മറ്റ് അധികൃതരുടെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കും. കാരണം എരുമേലിയിൽ 250ലധികം ശൗചാലയങ്ങളുടെ ലേലം ഈ നിമിഷം വരെ പോയിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 5 തവണയാണ് ഇപ്പോൾ എരുമേലിയിലെ ശൗചാലയങ്ങളുടെ ലേലം സംബന്ധിച്ച് നടന്നിട്ടുള്ളത്. അതിൽ 3 തവണ ഓൺലൈനായും 2 തവണ നേരിട്ടും ലേലം നടന്നു കഴിഞ്ഞു. ഈ 5 ലേലത്തിലും ഈ ലേലം പിടിക്കാൻ ഒരു കരാറുകാരനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കണ്ട വർഷങ്ങളൊക്കെയും ഉണ്ടായിരുന്ന കൊള്ളവെപ്പ് അല്ലെങ്കിൽ കൊള്ളയടിക്കൽ ഇത്തവണ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിനെ തുടർന്നാണ് ഇവർ ലേലത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ അതേ തുക തന്നെയാണ്, അതായത് ഈ ശൗചാലയങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ദേവസ്വം നിഷ്കർഷിച്ചിട്ടുള്ളത് അതേ തുക തന്നെ ഈ വർഷവും പാലിക്കണമെന്ന് തന്നെയാണ് ദേവസ്വം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തവണ കൂടുതൽ കർശനമായിട്ടുള്ള പരിശോധനകളിലേക്ക് നീങ്ങുകയും അതുപോലെ തന്നെ മാധ്യമങ്ങളടക്കം കൃത്യമായി വില ഏകീകരിക്കണമെന്നുള്ള കാര്യത്തിൽ കൃത്യമായി നിലപാടെടുക്കുകയും എല്ലാം ഹൈന്ദവ സംഘടനകൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊള്ളവെപ്പിന് അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് ഇതോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കരാറുകാർ പിന്നോട്ട് പോയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കരാർ എടുക്കുന്നതിന് പകരം കരാറിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ലേലത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു നിലപാട് കരാറുകാർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 ലേലങ്ങളിലും ഈ 250ലധികം ഇത്തരത്തിലുള്ള ശൗചാലയങ്ങളുടെ ലേലം പോയിട്ടില്ല എന്നുള്ളതാണ്. ഇനി നാളെ വൈകുന്നേരം 5 മണിക്കാണ് അവസാന ലേലം നടക്കുന്നത്. അന്നും ഇതിന് ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഈ ശൗചാലയങ്ങളുടെ നടത്തിപ്പ് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് മാറും. ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ മറ്റധികൃതരോ ഇത് സംബന്ധിച്ച് ഈ ശൗചാലയങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഇതോടകം തന്നെ വിവിധ കരാറുകാരുകളുടെ ടാങ്കുകളും മറ്റുമാണ് ഇത്തരത്തിലുള്ള ഈ ശൗചാലയങ്ങളെല്ലാം തന്നെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ശൗചാലയങ്ങൾ കരാർ എടുക്കുന്നവർ തന്നെ അവിടുത്തെ പ്രാഥമികമായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ നടത്തിയിട്ട് വേണം ശൗചാലയങ്ങൾ പ്രവർത്തന സജ്ജമാക്കാൻ. നാളെ മുതൽ ഈ അയ്യപ്പന്മാർ എരുമേലിയിലേക്ക് ഒഴുകിയെത്താനിരിക്കെ എങ്ങനെയാണ് ഈ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഇതെല്ലാം നടപ്പാക്കാൻ കഴിയുക എന്നുള്ളത് ഒരു തരത്തിലും പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് അസാധ്യം എന്ന് തന്നെ വേണം പറയാൻ. അതായത് നാളെ മുതൽ അയ്യപ്പന്മാരെ കാത്തിരിക്കുന്നത് വലിയ ദുരിത പർവം തന്നെയാണ് എരുമേലിയിൽ എന്നുള്ളതാണ്. കഠിനമെന്റെ അയ്യപ്പ എന്ന ജനം ടിവിയുടെ ക്യാമ്പയിനിലൂടെ നമ്മൾ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നതും എങ്ങനെ ഈ തീർത്ഥാടന കാലം മുന്നോട്ട് പോകാൻ കഴിയും, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൂടി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വരുന്നത്. ശരി മിഥുൻ.